അഴുക്ക് ചാലിൽ ഒഴുക്കണമെന്നുള്ള മന്ത്രി കെ എം ഷാജിയുടെ പ്രസ്താവനയെ സംബന്ധിച്ച് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു. PM ശ്രീ പദ്ധതി അഴുക്ക് ചാലിൽ ഒഴുക്കണമെന്ന മന്ത്രി കെ എം ഷാജിയുടെ പ്രസ്താവനയെ സംബന്ധിച്ച് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. മന്ത്രി കെ എം ഷാജിയുടെ പ്രസ്താവന വന്ന് 2 ദിവസം കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണ്. PM ശ്രീ പദ്ധതിയെ അക്കാദമിക്കായിട്ടാണോ കാണുന്നത്, അല്ലെങ്കിൽ അഴുക്കുചാൽ എന്ന നിലയിലാണോ കാണുന്നത് എന്നതിനെ സംബന്ധിച്ച് UDF സർക്കാരിൻ്റെ നയപരമായ നിലപാട് വ്യക്തമാക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. പക്ഷെ നയപരമായ നിലപാട് വ്യക്തമാക്കേണ്ടത് മുഖ്യമന്ത്രിയാണെന്നിരിക്കെ മന്ത്രി കെ എം ഷാജി എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് പ്രഖ്യാപിക്കുന്നത്? അപ്പം UDF സർക്കാരിൻ്റെ നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മുസ്ലിം ലീഗാണ്, ജമാഅത്ത് ഇസ്ലാമിയാണ്, പാണക്കാട്ട് നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് എന്നുള്ള ആരോപണം ഇവിടെ ശരിയാണെന്ന് വ്യക്തമാവുകയാണ്. ലക്ഷാവധി വിദ്യാർത്ഥികൾക്ക് ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ആനുകൂല്യം വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ തന്നെ ലഭിക്കുക എന്നുള്ളതാണ് PM ശ്രീ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് അഴുക്ക് ചാലിൽ ഒഴുക്കുക എന്നുള്ളതാണ് UDFിൻ്റെ നിലപാടെങ്കിൽ അത് കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികളോടുള്ള ക്രൂരതയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. PM ശ്രീ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ പാവപ്പെട്ട വിദ്യാർത്ഥികളാണ്. അത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഭൂരിപക്ഷം ഏത് വിദ്യാർത്ഥികളായിരിക്കും, കുറഞ്ഞത് ഏത് മതത്തിൽപ്പെട്ട വിദ്യാർത്ഥികളായിരിക്കും എന്നത് വേറെ കാര്യം. പക്ഷേ ഈ മതത്തിൻ്റെ അടിസ്ഥാനത്തിലെ കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണോ മുസ്ലിം ലീഗും അതുപോലെ കെ എം ഷാജിയും ഈ PM ശ്രീ പദ്ധതിയെ എതിർക്കുന്നത്? അദ്ദേഹത്തിൻ്റെ വകുപ്പിനെക്കുറിച്ച് മൗനം പാലിക്കുകയാണ്. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അതിൻ്റെ തനത് ഫണ്ട് പകുതിയും വെട്ടിക്കുറച്ചിട്ട് ഏതാണ്ട് പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരണം പൂർണ്ണമായും നിശ്ചലമായിരിക്കുന്നു. വികസന പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല. ഇതിനെ സംബന്ധിച്ച് വകുപ്പ് മന്ത്രിയായിട്ടുള്ള കെ എം ഷാജി ഒരക്ഷരം ഉരിയാടുന്നില്ല. പക്ഷെ മറ്റ് വകുപ്പ് മന്ത്രിമാരുടെ വിഷയങ്ങളാണ് അദ്ദേഹം പത്രസമ്മേളനത്തിലും പ്രസംഗത്തിലും അതുപോലെ പ്രഖ്യാപനത്തിലും വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് എന്താണ് മുഖ്യമന്ത്രിയുടെ നിലപാട് എന്നറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. മാത്രമല്ല, പൂർണ്ണമായും മുസ്ലിം ലീഗിനും അതേപോലെ ജമാഅത്ത് ഇസ്ലാമിക്കും അടിമപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് എന്ന് ഈ സംഭവത്തിലൂടെ വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, വന്ദേമാതരം പൂർണ്ണമായും നിരോധിച്ചത്, വന്ദേമാതരത്തിനെതിരായിട്ട് അപ്രഖ്യാപിത നിരോധനം വന്നത്, ഇതൊക്കെ മുസ്ലിം ലീഗ് ജമാഅത്ത് ഇസ്ലാമി അജണ്ടയുടെ ഭാഗമായിട്ടാണ്. ആണ് മുസ്ലിം ലീഗിൻ്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും മതവിഭജന വിഭാഗീയ അജണ്ടകൾക്കനുസരിച്ചാണ് കോൺഗ്രസും UDF ഭരണവും മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് നമ്മുടെ കേരളത്തിനും രാജ്യത്തിനും വലിയ ആഘാതമേൽപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവരുടെ ഈ മതവിഭജന വിഭാഗീയ രാഷ്ട്രീയത്തിന് അതിൻ്റെ ഇരകളായി മാറുന്നത് കേരളത്തിലെ ജനങ്ങളായിരിക്കും എന്ന കാര്യം സംശയമില്ല. കാരണം PM ശ്രീ പദ്ധതിയെ മതത്തിൻ്റെ വിഭാഗീയതയുടെ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ എതിർക്കുന്ന സമയത്ത്
അതിന് ഇരകളായി മാറുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ട വിദ്യാർത്ഥികളാണ്. ഇതേപോലെ തന്നെയാണ് വന്ദേമാതരത്തിനെതിരായിട്ട് ഇവരുടെ മതപരമായ ഈ വിഭാഗീയതയുടെ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ കേരള ഗവൺമെൻറ് ഇന്ത്യൻ പാർലമെൻറ്റിനെ വെല്ലുവിളിക്കുമ്പോൾ, ഭരണഘടനയെ വെല്ലുവിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഇരകളായി മാറുന്നത് കേരള ജനങ്ങളായിരിക്കും. ഇക്കാര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്കുള്ള അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. മതമാണ് പ്രധാനം എന്ന ഷാജിയുടെ പ്രസംഗം, അതിന് മുദ്രാവാക്യം, അതിപ്പോൾ UDF മുദ്രാവാക്യമായിട്ട്, UDF സർക്കാരിൻ്റെ മുദ്രാവാക്യമായിട്ട് മാറുന്നു എന്നുള്ളതാണ് അനുഭവത്തിൽ നമുക്ക് വ്യക്തമാകുന്നത്. രണ്ടാമതൊരു കാര്യം, നമ്മുടെ കാലടി സംസ്കൃത സർവകലാശാലയിലെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ കൂടിയായിട്ടുള്ള വൈസ് ചാൻസലറെ ക്യാമ്പസിൽ വെച്ച് SFI ഗുണ്ടകൾ അതിനീചമായി ക്രൂരമായി ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയുണ്ടായി. നമ്മുടെ സംസ്ഥാന പോലീസ് ആ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നെങ്കിലും അക്രമത്തെ തടയാനോ ഒരു സ്ത്രീ എന്നുള്ള രീതിയിലെങ്കിലും അവരെ രക്ഷപ്പെടുത്താനോ ഒരു ശ്രമവും നടന്നില്ല. പക്ഷേ ഈ കാര്യം ചാൻസലർ എന്നുള്ള രീതിയിൽ VC ഗവർണറെ കാണുകയും പരാതി ബോധിപ്പിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ചാൻസലറായ ഗവർണർ DGPയെ വിളിച്ച് ഇക്കാര്യം ചർച്ച ചെയ്യുകയും അതിനെ തുടർന്നാണ് കേസുമായി ചില നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുണ്ടായത്. പക്ഷേ ഒരു കേരളത്തിൻ്റെ സംസ്കാരത്തെ പോലും നാണിപ്പിക്കുന്ന, ലജ്ജിപ്പിക്കുന്ന, സംസ്കാര സമ്പന്നരായ മലയാളികളെ ലജ്ജിപ്പിക്കുന്ന ഒരു സംഭവം അരങ്ങേറിയിട്ടും ഒരു വൈസ് ചാൻസലർ, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ, അവരെ പട്ടാപ്പകൽ ക്യാമ്പസിൽ വെച്ച് അതിക്രൂരമായി പരിക്കേൽപ്പിച്ചു. അതിനെതിരായിട്ട് പോലീസ് നടപടിയെടുത്തില്ല. പോലീസ് കാണികളായി നോക്കി നിന്നു. ഒരു പ്രതിഷേധവും രേഖപ്പെടുത്താത്ത മുഖ്യമന്ത്രി ഗവർണർ DGPയെ വിളിച്ച് നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടതിനെ അതിശക്തമായി പ്രതിഷേധിച്ചു. ഇവിടെ മുഖ്യമന്ത്രിയുടെ ഐക്യദാർഢ്യം ആരോടാണ്? ന്യൂനപക്ഷ സ്ത്രീ കൂടിയായിട്ടുള്ള വൈസ് ചാൻസലർ എന്ന ഇരയോടൊപ്പമാണോ, അല്ലെങ്കിൽ SFIയുടെ ഗുണ്ടാ സംഘത്തോടൊപ്പമാണോ മുഖ്യമന്ത്രിയുടെ ഐക്യദാർഢ്യം? ഇവിടെ സ്ത്രീയോടൊപ്പമല്ല, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീയോടൊപ്പമല്ല, ഇരയോടൊപ്പമല്ല, അവിടെ അക്രമം നടത്തിയിട്ടുള്ള SFIയോടൊപ്പമാണ്. DGPയെ വിളിച്ചു വരുത്തിയതിൽ എന്താ തെറ്റ്? പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചയല്ലേ സംഭവിച്ചത്? അതിനെക്കുറിച്ച് സംസാരിക്കാത്ത മുഖ്യമന്ത്രി ഗവർണറുടെ നടപടിയിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. മാത്രമല്ല, ഇന്നലെ മുഖ്യമന്ത്രിയുടെ പ്രതിഷേധം പ്രകടിപ്പിച്ചത് തൊട്ട് പിന്നാലെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ പ്രസ്താവന എന്താണോ സൂചിപ്പിച്ചത് അത് തന്നെ അദ്ദേഹം ആവർത്തിച്ചു. അപ്പോൾ ഇക്കാര്യത്തിൽ CPMും കോൺഗ്രസും രണ്ടല്ല ഒന്നാണ് എന്നിങ്ങളുടെ അഭിപ്രായം ഇവിടെ ശരിവെക്കുകയാണ്. മാത്രമല്ല, CPMും കോൺഗ്രസും തമ്മിൽ അന്തർധാര ഇവിടെ വ്യക്തമാവുകയാണ്. പക്ഷെ ഇത് കേരളീയർക്ക് അപമാനകരമാണ്. ഈ SFIയുടെ അക്രമം, അതിനെ ന്യായീകരിക്കുന്ന കോൺഗ്രസിൻ്റെയും CPMൻ്റെയും നിലപാട് എന്ന് ഭാരതീയ ജനതാ പാർട്ടി പറയാൻ ആഗ്രഹിക്കുകയാണ്. മാത്രമല്ല, ഈ VCയെ അതിക്രൂരമായി ആക്രമിക്കുന്നതിന് തൊട്ട് മുമ്പ് അവരുടെ ശവസംസ്കാര ചടങ്ങും SFIക്കാർ നടത്തിയിരിക്കുകയാണ്. ഈ സംസ്കാര ശൂന്യമായ പ്രവർത്തനം നടത്തിയിട്ടുള്ള, സമാനതയില്ലാത്ത ക്രൂരത കാണിച്ച SFIക്കെതിരായിട്ട്, ഈ ഗുണ്ടാ വിഭാഗത്തിനെതിരായിട്ട് എന്തുകൊണ്ടാണ് മറ്റാരും പ്രതികരിക്കാതിരിക്കുന്നത്? ഇതിന് കേരളത്തിൽ വാർത്തയേ ആയിട്ടില്ല. അപ്പോൾ ഇത്തരം സംസ്കാരശൂന്യമായിട്ടുള്ള പ്രവർത്തനത്തെ, SFI നടത്തുന്ന ഗുണ്ടാ പ്രവർത്തനത്തെ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായി എതിർക്കുന്നു.
ഇത് കേവലം ഒരു വൈസ് ചാൻസലർ വിഷയം മാത്രമല്ല, കേവലം ഒരു സ്ത്രീയായിട്ടുള്ള ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വി സിക്കെതിരായിട്ടുള്ള അക്രമം മാത്രമല്ല, ഇത് മുഴുവൻ കേരളത്തിലെ വനിതാ സമൂഹത്തിനെതിരായിട്ടുള്ള അക്രമമായിട്ട് ഇതിനെ കാണണം. അതുകൊണ്ട് മുഴുവൻ ജനങ്ങളും ഇതിനെതിരായിട്ട് ഒന്ന് SFIയുടെ ഈ ഗുണ്ട വിളയാട്ടത്തെ, അതിനെ അനുകൂലിക്കുന്ന, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന മുഖ്യമന്ത്രിയുടെയും കോൺഗ്രസിൻ്റെയും നിലപാടിനെതിരായിട്ടും CPMൻ്റെ നിലപാടിനെതിരായിട്ടും പ്രതിഷേധിക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറാകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു. അല്ല, ഇത് മാധ്യമങ്ങളിൽ രണ്ട് വാർത്തകൾ വന്നിട്ടുണ്ട്. ഒന്ന്, താങ്കൾ ചോദിച്ചതുപോലെ തന്നെ വിഴിഞ്ഞം ഹാർബറുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ നിന്ന് മന്ത്രി വിട്ടുനിന്നു, BJP MLAമാർ വിട്ടുനിന്നു, മേയർ വിട്ടുനിന്നു. ഇതാണ് ഒരു വാർത്ത. അതിനെ തുടർന്ന് മറ്റൊരു വാർത്ത വന്നിരിക്കുന്നത് രാഷ്ട്രഗീതമായ വന്ദേ മാതരം അത് പൂർണ്ണമായിട്ട് സമ്പൂർണമായ നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാന സർക്കാരിനോടുള്ള കേന്ദ്ര സർക്കാരിൻ്റെയും BJPയുടെയും പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ പങ്കെടുക്കാത്തത് എന്നുള്ളതാണ്. പങ്കെടുത്തിട്ടില്ല എന്നുള്ളത് ശരിയാണ്. മാത്രമല്ല, ഈ വന്ദേ മാതരം അത് രാഷ്ട്രഗീതമാണ്. രാഷ്ട്രഗീതമായി അംഗീകരിച്ചത് പാർലമെൻറ്റാണ്. അത് സമ്പൂർണ്ണമായ ഒരു സംസ്ഥാന സർക്കാർ നിരോധിക്കുക എന്നുള്ളത് ഭരണഘടനയെ ചോദ്യം ചെയ്യുകയാണ്, വെല്ലുവിളിക്കുകയാണ്. ഇന്ത്യൻ പാർലമെൻറ്റിനെ വെല്ലുവിളിക്കുകയാണ്. ഒരു സംസ്ഥാന സർക്കാർ ചരിത്രത്തിലില്ലാത്ത രീതിയിൽ ഒരു സംസ്ഥാന സർക്കാർ ഭരണഘടനയെ വെല്ലുവിളിക്കുന്നു, പാർലമെൻറ്റിനെ വെല്ലുവിളിക്കുന്നു, ഭരണഘടനയെ വെല്ലുവിളിക്കുന്നു. അക്കാര്യത്തിൽ BJPക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്, അത് പ്രകടിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇക്കാര്യത്തിൽ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന, പാർലമെൻറ്റിനെ വെല്ലുവിളിക്കുന്ന സംസ്ഥാന സർക്കാരുകളെക്കുറിച്ച് സ്വാഭാവികമായി ഞങ്ങൾ കരുതുന്നത് കേന്ദ്ര സർക്കാരിന് അക്കാര്യത്തിൽ അഭിപ്രായം ഉണ്ടാവും, അവരതിനെക്കുറിച്ച് വിശകലനം ചെയ്യുന്നുണ്ടാവും. ഇതൊരു ഭാഗം ശരിയാണ്. പക്ഷെ ബഹിഷ്കരണം എന്നുള്ള രീതി ഞങ്ങളത് തീരുമാനിച്ചിട്ടില്ല. ഈ പറഞ്ഞതൊക്കെ ശരിയാണ്, ആദ്യം പറഞ്ഞതൊക്കെ. കാരണം ഇവിടെയും നമ്മൾ കാണുന്നത് ഈ വന്ദേ മാതരം രാഷ്ട്രഗീതമാണ്. ആ രാഷ്ട്രഗീതം അംഗീകരിച്ചത് പാർലമെൻറ്റാണ്. അപ്പോൾ ഒരു മുസ്ലിം ലീഗിൻ്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും ഈ മതവിഭാഗീയ രാഷ്ട്രീയത്തിന് വേണ്ടി, അജണ്ടയ്ക്ക് വേണ്ടി പാർലമെൻറ്റിനെ വെല്ലുവിളിക്കുക, ഭരണഘടനയെ ചോദ്യം ചെയ്യുക എന്നുള്ളത് അത് എത്രമാത്രം അപകടകരമാണത്. ഇതൊരു സർക്കാർ സ്പോൺസേഡ് തീവ്രവാദമല്ലേ ഇത്? മതവിഭാഗീയത സമൂഹത്തിൽ സൃഷ്ടിക്കാൻ സർക്കാർ തന്നെ നേതൃത്വം കൊടുക്കുകയല്ലേ? കാരണം പറയുന്നത് ഈ 1ഉം 2ഉം സ്റ്റാൻസ് ഇവർ പാടില്ല. പൂർണ്ണമായ കേരളത്തിൽ സമ്പൂർണ്ണമായ നിരോധനമാണ്. ഇപ്പം ഞങ്ങൾ ചോദിക്കട്ടെ ഇതൊരു കാര്യം. ഇപ്പോൾ നമ്മുടെ PM ശ്രീ അഴുക്ക് ചാലിലേക്ക് ഒഴുക്കണം എന്ന മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായം കേരളത്തിൽ. പക്ഷേ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകം, കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിലും ഹിമാചൽ പ്രദേശിലും PM ശ്രീ പദ്ധതി അംഗീകരിക്കുകയും നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കാം, മുസ്ലിം ലീഗിന് അഭിപ്രായമുണ്ടോ ഈ 3 സംസ്ഥാനത്തെയും വിദ്യാർത്ഥികൾ അഴുക്കുചാലിലാണ് ഇപ്പോൾ ജീവിക്കുന്നതെന്ന്? അവിടെ ഇല്ലാത്ത നിരോധനം എന്താ കേരളത്തിൽ ഏർപ്പെടുത്തുന്നത്? ഇതിനെക്കുറിച്ച് പറയേണ്ടതല്ലേ? മാത്രമല്ല, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ, തെലങ്കാനയിൽ, ഹിമാചൽ പ്രദേശിൽ രാഷ്ട്രഗീതമായ വന്ദേ മാതരം പൂർണ്ണമായി ആലപിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയത്? ശരിയല്ലേ? ഇവരുടെ നിർദ്ദേശപ്രകാരമല്ലേ? മുസ്ലിം ലീഗ്, ജമാഅത്ത് ഇസ്ലാമിയുടെ നിർദ്ദേശപ്രകാരമല്ലേ ഈ ഒരു തീരുമാനം കേരളത്തിൽ കൈക്കൊണ്ടിട്ടുള്ളത്? ഇപ്പോൾ കോൺഗ്രസിനകത്ത് വിഭാഗീയതയുടെ വിഷവിത്ത് പാകാൻ
മുസ്ലിം ലീഗിനും ജമാഅത്ത് ഇസ്ലാമിക്കും സാധിച്ചു എന്നുള്ളതാണ് ഈ നടപടിയിലൂടെ വ്യക്തമാകുന്നത്.